തെരഞ്ഞെടുപ്പ് കാലം പ്രിയപ്പെട്ട പ്രേക്ഷകർ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങും ഒരു നിസ്സംഗതയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ശക്തമായ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയിലേക്ക് മുൻപോട്ട് പോയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് പണമില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. കോൺഗ്രസിനടക്കമുള്ള പാർട്ടികൾക്ക് പണമില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നതെങ്കിൽ, പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 2014 മുതൽ 10 വർഷമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയാം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2014 എങ്ങനെയായിരുന്നു എന്ന് നാം ആദ്യം പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ നിസ്സംഗതയ്ക്ക് ഇല്ലെങ്കിൽ ഒരു ശാന്തമായി മുൻപോട്ട് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തി കാണിക്കുമ്പോൾ BJPക്ക് ഉള്ളിൽ നിന്ന് പോലും പലരും എതിർപ്പുയർത്തിയിരുന്നു. പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, നരേന്ദ്രമോദിക്ക് ആകുമോ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനെന്ന്. BJPക്കുള്ളിൽ പോലും ചോദ്യങ്ങൾ ഉയർന്നിരുന്നൊരു കാലമായിരുന്നു 2014. പ്രതിപക്ഷം സർവശക്തരായി നിൽക്കുന്ന സമയം. പ്രതിപക്ഷം നാലുപാടും വളഞ്ഞ് മോദിയെ അതിശക്തമായി ആക്രമിച്ചു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് 2002 മുതൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലഘട്ടം മുതൽ അദ്ദേഹം സ്ഥിരമായി കേൾക്കുന്ന ഗർഭിണി, ശൂലം, ഭ്രൂണം, അങ്ങനെ ഒരു കൊടും തീവ്രവാദിയുടെ എല്ലാ പരിവേഷങ്ങളും ചാർത്തിക്കൊടുത്തുകൊണ്ടാണ് പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തന്നെ അവതരിപ്പിച്ചിരുന്നത്. എന്തിനേറെ നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ പോകാനുള്ള വിസ വരെ തടഞ്ഞുകൊണ്ട് കത്തയച്ച നേതാക്കന്മാർ, പല രാജ്യങ്ങളും ഒരു ഭീകരനെ കാണുന്ന പോലെ മോദിയെ കണ്ടിരുന്ന കാലഘട്ടം. അങ്ങനെ എല്ലാം കൊണ്ടും പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ശക്തമായ ആയുധം. ആ ആയുധങ്ങളെല്ലാം എടുത്ത് 2014 പയറ്റി. ഒടുവിൽ വളരെ പുച്ഛിച്ചുകൊണ്ട് മണിശങ്കർ അയ്യർ അന്ന് പറഞ്ഞത് ചായക്കടക്കാരനാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ പോകുന്നതെന്ന്. പക്ഷേ എല്ലാത്തിനെയും തട്ടി നീക്കിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തി. അന്ന് പ്രതിപക്ഷം പറഞ്ഞത് ചക്ക വീണു മുയൽ ചത്തു എന്നാണ്. പക്ഷേ ചക്ക വീണതായിരുന്നില്ല എന്ന് 2019 തെളിയിച്ചു. 2019 എത്തിയപ്പോഴേക്കും പ്രതിപക്ഷം ആക്രോശങ്ങളുടെ ഒരു കെട്ട് തന്നെ അഴിച്ചുവിട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൗക്കിദാർ ചോർ ഹേ എന്നാണ്, അതായത് കാവൽക്കാരൻ കള്ളനാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻപോട്ട് പോയത്. അങ്ങനെ അനവധി ആരോപണങ്ങൾ, റാഫേൽ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നുള്ള ആക്രോശമായിരുന്നു. അത് ആദ്യത്തെ കാലഘട്ടത്തിൽ 2014 സംഘടിതമായ ആക്രമണം ാണ് മോദിക്കെതിരെ അഴിച്ചുവിട്ടതെങ്കിൽ 2019 എത്തുമ്പോൾ അത് ആക്രോശത്തിൽ ഒതുങ്ങുകയായിരുന്നു. 2024 എത്തുമ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്നൊരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ചാൽ പ്രത്യേകിച്ച് യാതൊരു വിഷയവുമില്ല. കാരണം വളരെ സ്മൂത്തായി ഒരു ഭാഗത്ത് നിന്ന് BJP അവരുടെ വികസന കാര്യങ്ങൾ എണ്ണി പറഞ്ഞോട്ട് ചോദിക്കുമ്പോൾ ആ BJP എതിർക്കുവാൻ തക്ക യാതൊരുവിധ ആയുധങ്ങളും പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ അത്തരത്തിൽ ആയുധങ്ങളില്ലാത്തത് കൊണ്ടോ അവർ ശക്തമല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും കേജ്രിവാളിനെ പൊക്കി അകത്തിട്ടുകൊണ്ട് തങ്ങൾ അഴിമതിക്കാർക്കെതിരെയാണ് എന്ന് BJPയിലെ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. 2024 ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ഒക്കെ പിന്തുണച്ചിരുന്ന ഒരു പ്രബല വിഭാഗം വലിയ നിരാശയിലാണ്. കാരണം അവർ നോക്കിക്കാണുന്നത് 2024 ഏതായാലും മോദി കൊണ്ടുപോകും, ഇനി അതിൽ പിടിച്ചിട്ട് കാര്യമില്ല, 2029 എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയിലാണ്. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാക്ക് ഓവർ പോലെ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ അത്തരത്തിലല്ല. ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ BJP ശക്തമായ ഫൈറ്റ് നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ബീഹാർ പോലെയുള്ള ഇടങ്ങളിൽ, തമിഴ്നാട് പോലെയുള്ള ഇടങ്ങളിൽ, അങ്ങനെ പലയിടങ്ങളിലും അവർ പ്രാദേശിക പാർട്ടികളുമായി ശക്തമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ കേരളമടക്കമുള്ള BJP വിരുദ്ധരായ മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഒരു വലിയ നിരാശ പടരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വലിയ ആരവങ്ങളില്ല. കാരണം കേരളത്തിലെ തന്നെ ജനം പല മണ്ഡലങ്ങളിലും പറയുന്നു ഇടത് പോയാലും വലതു പോയാലും ഒരുപോലെയുള്ളൂ. പലരും പറയുന്നു എന്തിനാണ് ഇവർ ജയിച്ചു പോകുന്നത്? കാരണം ആ പാർലമെൻറ്റിൽ പോയാൽ അവിടെ ഭരിക്കുന്നത് മോദിയാണ്. ആ പാർലമെൻറ്റിൽ പോയി ചായ കുടിച്ച് വരാം എന്നുള്ളതിൽ കവിഞ്ഞ് എന്തിവർക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു ചിന്താഗതി തന്നെ കേരളത്തിലേക്ക് വളർന്നു വരും. ഒരു നിസ്സംഗ മനോഭാവത്തോടു കൂടിയാണ് വോട്ടർമാർ. കാരണം അവർ കാലാകാലങ്ങൾ കെട്ട് തഴമ്പിച്ച ഇല്ലെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ കാലാകാലങ്ങളായി പറയുന്ന പല മുദ്രാവാക്യങ്ങളും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഏക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഗുജറാത്ത് കലാപം ഇല്ലെങ്കിൽ മതഭീകരവാദം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കേരളത്തിൽ വലിയ രീതിയിൽ ചെലവാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. മതേതരത്വത്തിന് വലിയ സ്കോപ്പ് ഇനി കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മതേതരത്വം പറഞ്ഞ ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുകയും മറുവിഭാഗത്തിനെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് സാധാരണപ്പെട്ട ജനം, ബഹുഭൂരിപക്ഷം വരുന്നവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അത് മറ്റൊരു വശം. വികസനമാണ് പ്രധാനമെന്ന് കരുതുന്ന ഒരു വലിയ പുതിയ തലമുറ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അത് ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പുതിയ വോട്ട് ബാങ്കാണ്. ഒപ്പം തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്കിടയിൽ ഒരു ചലനമുണ്ടാക്കാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ വെട്ടാൻ ഇല്ലെങ്കിൽ ഇതിനെ തടയിടാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കാര്യമായ ഒന്നുമില്ല. അവരുടെ കയ്യിലുള്ളത്
പഴയ ആയുധങ്ങൾ തന്നെയാണ്. അതായത് പണ്ട് ഈ ഇടതുപക്ഷവും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടുമൊക്കെ വിളിച്ച് 1921 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ പണ്ട് ഇവർക്ക് എന്തൊക്കെ ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരുന്നത്, ആ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവർക്കുള്ളത്. അതായത് BJP-യിലേക്ക് ഈ രാജ്യം പോയി കഴിഞ്ഞാൽ രാജ്യം തകരും, വർഗീയമായ ചെരിതിരിവുണ്ടാകും. ഈ ഒരു പണ്ടുപുരാതന കാലം മുതലേ പറഞ്ഞ ആ കാര്യങ്ങളല്ലാതെ പുതിയതായി ഒരു ആരോപണം കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടുവരാനോ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ആ വേളയിൽ ഒരുപക്ഷെ ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ അവർ പണം മുടക്കി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളിലൂടെ വലിയ ചില വെളിപ്പെടുത്തലുകളോ മറ്റുണ്ട്. പക്ഷേ അതിനൊന്നും നീർക്കുമളയുടെ ആയുസ് പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ 10 വർഷം കൊണ്ട് മോദി എന്ത് എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അവരുടെ പാർട്ടിയാണ് നേതാവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നേതാവാണ് പാർട്ടിയെ ഹൈലൈറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെയാണ് ഈ 2014 മുതൽ ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, 2014 നഖശികാന്തം നരേന്ദ്രമോദിയെ വളഞ്ഞിട്ട് ആക്രമിച്ച പ്രതിപക്ഷം 2019 എത്തുമ്പോൾ ചെറിയ ആക്രോശങ്ങളിലേക്ക് എത്തിയ പ്രതിപക്ഷം 2024 എത്തുമ്പോൾ ഒരു ഞരങ്ങാൻ പോലും ഒന്ന് ചെറുതായി ഒന്ന് ഞരങ്ങാൻ പോലും കഴിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തി നിൽക്കുന്നു. ഒരു ഈസി വാക്ക് ഓവർ പോലെ തോന്നുന്നു. അതായത് ഇത്തവണ നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ച സ്ഥാനാർത്ഥികളായി മാറുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ. ജനങ്ങളും ഏറെക്കുറെ അംഗീകരിക്കും. അവിടെയും ഇവിടെയും നിന്ന് ചിലർ പറയുന്നുണ്ട് BJP വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. എത്ര നാൾ ഈ വർഗീയതയ്ക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ കേരളത്തിൽ അകറ്റി നിർത്താൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു, എന്നിട്ട് എന്തായി? ഇന്ന് നാം കമ്പ്യൂട്ടറിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത്. ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, ട്രാക്ടർ വന്നു, പക്ഷേ കൃഷിയിടം നമുക്ക് ഇല്ലാതായി. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വികസന പ്രക്രിയയും എത്ര നാൾ വർഗീയത പറഞ്ഞുകൊണ്ടും ഇല്ലെങ്കിൽ ഒരു സമുദായത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും നമുക്ക് തടുത്തു നിർത്താൻ കഴിയുമെന്നൊരു ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും 2024 ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും എന്ന് കരുതി BJP 20-20 നേടുമെന്നല്ല പറഞ്ഞത്. പക്ഷേ വലിയൊരു ഷിഫ്റ്റിംഗ് കേരളത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.